നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം, ബേപ്പൂർ എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പേരുകേട്ട സാംസ്കാരികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്ന ചാലിയാറിനാൽ തഴുകിയുണരുന്ന കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളാണ് നമ്മൾ ആദ്യം അടുത്തറിയാൻ പോകുന്നത്. കുന്നമംഗലം, ചാത്തമംഗലം, കൊടിയത്തൂർ, മാവൂർ, പെരുവയൽ, പെരുമണ്ണ, ഒളവണ്ണ എന്നീ 7 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കുന്നമംഗലം നിയോജക മണ്ഡലം. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലുള്ള ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഈ ദേശീയ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കുന്നമംഗലത്തെ കേവലം ഒരു നിയോജക മണ്ഡലം എന്നതിലുപരി ഒരു വിജ്ഞാന കേന്ദ്രം എന്ന നിലയിൽ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഉയർത്തുന്നു. ഇത്രയേറെ സാധ്യതകളും പ്രാധാന്യവുമുള്ള ഒരു നാടിന് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണ്. ഈ തിരിച്ചറിവോടെയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി കുന്നമംഗലത്തിന്റെ സമഗ്ര വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഗതാഗതം, വിദ്യാഭ്യാസം, ഊർജം, ആരോഗ്യം, കുടിവെള്ളം, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതികം തുടങ്ങിയ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു വലിയ വികസന മുന്നേറ്റത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു നാടിന്റെ വളർച്ചയുടെ അടിസ്ഥാനം മികച്ച ഗതാഗത സൗകര്യങ്ങളാണ്. ആളുകളെയും ചരക്കുകളെയും അറിവിനെയും ബന്ധിപ്പിക്കുന്ന ധമനികളാണ് റോഡുകളും പാലങ്ങളും. കുന്നമംഗലം പോലെ ദേശീയ സ്ഥാപനങ്ങളുള്ള അനുദിനം വളരുന്ന ഒരു പ്രദേശത്ത് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാനും യാത്രാസമയം ലാഭിച്ച് സുഗമമായ യാത്ര ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി കിഫ്ബി സഹായത്തോടെ പൊതുമരാമത്ത് വകുപ്പും കേരള റോഡ് ഫണ്ട് ബോർഡും നടപ്പിലാക്കുന്ന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ ഒരു ഗതാഗത വിപ്ലവത്തിന് തന്നെയാണ് വഴിയൊരുക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള കുളിമാട് പാലം. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം മണ്ഡലത്തിലെ മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളെയും മലപ്പുറം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഇരു ജില്ലകളിലെയും ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു. 21,50,00,000 രൂപ കിഫ്ബി വകയിരുത്തിയ ഈ പദ്ധതി നിർമ്മാണത്തിനിടയിൽ ചില പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് പാലം യാഥാർത്ഥ്യമാക്കാനുള്ള ദൃഢനിശ്ചയത്തിലാണ് സർക്കാർ. ഇതിനോടകം 15,68,00,000 രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. കുളിമാട് പാലം തുറക്കുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടേക്കും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, NIT, IIM എന്നിവിടങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാകും. കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞു പോകുന്നത് ഒഴിവാകുന്നതോടെ സമയവും ഇന്ധനവും ലാഭിക്കാം. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹമാകും. കുളിമാട് പാലത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെങ്കിൽ അതിലേക്കുള്ള വഴികളും മികച്ചതാകണം. ഇതിന്റെ ഭാഗമായാണ് കല്ലന്തോട് കുളിമാട് റോഡിന്റെ നവീകരണം നടക്കുന്നത്. 7 കിലോമീറ്റർ വരുന്ന ഈ റോഡിനായി 42,30,00,000 രൂപയാണ് വകയെടുത്തിട്ടുള്ളത്. ഇതിൽ 15,39,00,000 രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. പാലത്തിലേക്കും തിരിച്ചുമുള്ള യാത്ര സുഗമവും സുരക്ഷിതവുമാക്കാൻ ഈ റോഡ് നവീകരണം സഹായിക്കും. കോഴിക്കോട് നഗരത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിലൊന്നാണ് കുന്നമംഗലം. ഈ ഭാഗത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള ഒരു മെഗാ പ്രൊജക്റ്റാണ് അരയടത്തും പാലം കാരന്തൂർ റോഡിന്റെ നവീകരണം. 205 കോടി രൂപയുടെ അതിബൃഹത്തായ ഈ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 50,00,000 രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ 4 വരി പാത യാഥാർത്ഥ്യമാകുമ്പോൾ കോഴിക്കോട് നഗരത്തിലേക്കുള്ള യാത്രയുടെ മുഖച്ഛായ തന്നെ മാറും. കുന്നമംഗലം, ഒളവണ്ണ, പെരുമണ്ണ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. ഈ സർക്കാരിൻ്റെ 4 വർഷം പൂർത്തിയാകുമ്പോൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ എല്ലാ മേഖലകളിലും സുസ്ഥിരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. വളരെ പ്രധാനമായും വിദ്യാഭ്യാസ രംഗത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സർക്കാർ സ്കൂളുകളും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്
പൊതു റോഡുകളുടെ കാര്യത്തിൽ എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. 75% റോഡുകളും ഇപ്പോൾ BMBC നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം CWRDM മുതൽ താമരശ്ശേരി വരെ ഉള്ള റോഡാണ്. ദേശീയപാത 766 തിരക്ക് കുറക്കുന്നതിന് വേണ്ടി സമാന്തരമായി പരിഷ്കരിച്ചിട്ടുള്ള ഈ റോഡിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായപ്പോൾ തന്നെ കുന്നമംഗലത്തും അതുപോലെ തന്നെ കൊടുവള്ളിയിലൊക്കെ ട്രാഫിക് ബ്ലോക്കിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള NITയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കുമുള്ള യാത്ര സുഗമമാക്കുന്നതാണ് കൂടത്തായി റോഡിന്റെ നവീകരണം. 60,99 ലക്ഷം രൂപയുടെ ഈ പദ്ധതിയും പുരോഗമിക്കുകയാണ്. 11 കിലോമീറ്ററിലധികം വരുന്ന ഈ റോഡിന്റെ 14,91 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. അതുപോലെ മാവൂർ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന മാവൂർ NIT കൊടുവള്ളി റോഡിന്റെ 13 കിലോമീറ്ററോളം വരുന്ന ഭാഗം നവീകരിക്കാൻ 52,20 ലക്ഷം രൂപയുടെ പദ്ധതിയും ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മനശ്ശേരി, പുൽപ്പറമ്പ്, കൊടിയത്തൂർ, ചുള്ളിക്കാമ്പറമ്പ് റോഡിന്റെ നവീകരണത്തിനായി 36,79 ലക്ഷം രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. ഇതിൽ മനശ്ശേരി റോഡിന്റെ പകുതിയിലധികവും, അതായത് 19,53 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. ഈ റോഡുകൾ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് കുതിപ്പേകും. ഇവയ്ക്ക് പുറമെ കോവൂർ, ചൊന്നാന്തടിത്താഴം, അത്താണി റോഡ്, മാത്തറ, പാഴാഴി, കുറ്റിക്കാട്ടൂർ റോഡ് എന്നിവയുടെ നവീകരണ പദ്ധതികളും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ഭാവിയിലെ പ്രതീക്ഷകളാണ്. ഈ റോഡ് ശൃംഖല പൂർണ്ണമാകുന്നതോടെ കുന്നമംഗലം മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളിലേക്കും തിരിച്ചുമുള്ള യാത്ര കൂടുതൽ എളുപ്പവും വേഗതയേറിയതുമാകും. കുന്നമംഗലം മണ്ഡലം വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. NIT, IIM പോലുള്ള ദേശീയ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നത് തന്നെ വലിയ അഭിമാനമാണ്. എന്നാൽ ഈ ഉന്നത സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടോടെയാണ് കിഫ്ബി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കിഫ്ബിയുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കുന്നമംഗലം, ചാത്തമംഗലം, കൊടിയത്തൂർ, മാവൂർ, പെരുവയൽ, പെരുമണ്ണ, ഒളവണ്ണ പഞ്ചായത്തുകളിലെ നിരവധി സർക്കാർ സ്കൂളുകൾക്ക് പുതുജീവൻ നൽകി. വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കിഫ്ബി ചെലവഴിച്ചത്. ഇതിലൂടെ സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമായി. ഇത് നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനൊപ്പം പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവത്തിലും വലിയ മാറ്റമുണ്ടാക്കി. കോഴിക്കോട് മലപ്പുറം ക്ലസ്റ്റർ, മലപ്പുറം കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 8 തുടങ്ങിയ പുതിയ സ്കൂൾ നവീകരണ പദ്ധതികളും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ഈ മേഖലയിലെ തുടർ ശ്രദ്ധയുടെ തെളിവാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബി ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഈ മേഖലയിലെ സർക്കാർ എയ്ഡഡ് കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് പുതിയ ഡിപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ, ലാബുകൾ, ലൈബ്രറികൾ എന്നിവ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുന്നമംഗലത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി കോഴിക്കോട് സൈബർ പാർക്കിൽ സ്ഥാപിക്കുന്ന ക്രസ്റ്റ് ക്യാമ്പസിന്റെ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണവും കിഫ്ബി സഹായത്തോടെ ഇൻകെൽ ലിമിറ്റഡ് നടപ്പിലാക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചാത്തമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള 8,35 ലക്ഷം രൂപയുടെ പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. ഇത് ഗണിതശാസ്ത്ര പഠനത്തിനും ഗവേഷണത്തിനും വലിയ പ്രോത്സാഹനമാകും.
ഒരു നാടിൻ്റെ വികസനത്തിന് പ്രത്യേകിച്ച് വ്യവസായശാലകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും തടസ്സമില്ലാത്ത വൈദ്യുതി അത്യന്താപേക്ഷിതമാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ മലബാറിലെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യകത കണക്കിലെടുത്ത് വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി KSEBL ട്രാൻസ്ഗ്രിഡ് കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികൾ കുന്നമംഗലം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഏറെ പ്രയോജനകരമാണ്. നോർത്ത് മലബാർ ലൈൻസ് പാക്കേജ്, 220 kV GIS പാക്കേജ് 1 എന്നിവയിലൂടെ ഈ മേഖലയിലെ വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കാനും വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാനും സാധിക്കും. ഓരോ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം എന്നുള്ള പദ്ധതിയിൽ 3 കളിസ്ഥലങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും കളിസ്ഥലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഈ 7 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 6 എണ്ണത്തിലും ഇപ്പോൾ കളിസ്ഥലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി രംഗത്തും ഇതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. എല്ലാ വീടുകളും ഇലക്ട്രിഫൈ ചെയ്തു എന്ന് മാത്രമല്ല, സുഗമമായ വൈദ്യുതി വിതരണത്തിനു വേണ്ടി ഇപ്പോൾ ഏറ്റവും അടുത്തായി NITയിൽ ഒരു സബ്സ്റ്റേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ 2-3 സബ്സ്റ്റേഷനുകളും നമ്മൾ ആരംഭിച്ചപ്പോൾ നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുന്നമംഗലത്ത് സ്ഥാപിക്കുന്ന ആധുനിക GIS സബ്സ്റ്റേഷൻ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ശേഷിയുള്ള സംവിധാനം ഒരുക്കാൻ സഹായിക്കും. ഭാവിയിലെ വർദ്ധിച്ച ആവശ്യകത കൂടി മുന്നിൽ കണ്ടുള്ള ഈ പദ്ധതികൾ വീടുകൾക്ക് മാത്രമല്ല NIT, IIM പോലുള്ള സ്ഥാപനങ്ങൾക്കും ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കും ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പാക്കും. നോർത്ത് മലബാർ ലൈൻസ് പാക്കേജ് 2 എന്ന പുതിയ പദ്ധതിയും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട് എന്നത് ഈ രംഗത്തെ ദീർഘവീക്ഷണമാണ് കാണിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തിനും സാംസ്കാരിക ഉന്നമനത്തിനും സാമൂഹിക ആവശ്യങ്ങൾക്കും കിഫ്ബി ഊന്നൽ നൽകുന്നു. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന KMSCL മേൽനോട്ടം വഹിക്കുന്ന ഡയാലിസിസ് സെന്റർ പദ്ധതിയും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയും കുന്നമംഗലം മണ്ഡലത്തിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പ്രാദേശികമായി ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. സാംസ്കാരിക കേരളത്തിന്, പ്രത്യേകിച്ച് കോഴിക്കോടിന് ലഭിക്കാൻ പോകുന്ന വലിയൊരു മുതൽക്കൂട്ടാണ് നിർദ്ദിഷ്ട വൈക്കം മുഹമ്മദ് ബഷീർ സാംസ്കാരിക സമുച്ചയം. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് ഉചിതമായ ഈ സ്മാരകത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ സാംസ്കാരിക കേന്ദ്രം യാഥാർത്ഥ്യമാകുമ്പോൾ അത് ജില്ലയുടെ സാംസ്കാരിക ഭൂപടത്തിൽ കുന്നമംഗലത്തിന്റെ പേര് കൂടി തിളക്കത്തോടെ എഴുതിച്ചേർക്കും. ഇവയ്ക്ക് പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കിഫ്ബി പിന്തുണ നൽകുന്നുണ്ട്. ഇംപാക്ട് കേരള ലിമിറ്റഡ് വഴി നടപ്പിലാക്കുന്ന ആധുനിക ശ്മശാനങ്ങൾക്കായുള്ള 28 കോടി രൂപയുടെ സംസ്ഥാനതല പദ്ധതിയുടെ ഗുണഫലം ഈ മണ്ഡലത്തിലെ പഞ്ചായത്തുകൾക്കും ലഭിക്കും. ഇത് അടിസ്ഥാനപരമായ എന്നാൽ പ്രധാനപ്പെട്ട ഒരു സൗകര്യമാണ് ഒരുക്കുന്നത്. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ അവരുടെ വീടിനടുത്ത് തന്നെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയും കുന്നമംഗലത്തെ, പ്രത്യേകിച്ച് ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്കും വലിയ പ്രയോജനം ചെയ്യും. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഈ നാട് എത്രമാത്രം സമഗ്രമായ വളർച്ചയിലേക്കാണ് കുതിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. കുന്നമംഗലം, ചാത്തമംഗലം, കൊടിയത്തൂർ, മാവൂർ, പെരുവയൽ, പെരുമണ്ണ, ഒളവണ്ണ എന്നീ 7 പഞ്ചായത്തുകളിലും ഈ വികസനത്തിൻ്റെ പ്രതിഫലനങ്ങൾ കാണാം. മികച്ച റോഡുകൾ NITയിലേക്കും IIMലേക്കുമുള്ള വ്യവസായശാലകളിലേക്കും ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നു. നവീകരിച്ച സ്കൂളുകളും കോളേജുകളും അറിവിൻ്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്നു. തടസ്സമില്ലാത്ത വൈദ്യുതി വ്യവസായങ്ങൾക്കും വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഊർജം പകരുന്നു. ആരോഗ്യ, സാംസ്കാരിക, സാമൂഹിക പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു. ഇത് കേവലം ഒറ്റപ്പെട്ട പദ്ധതികളല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാടിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ക്യാൻവാസാണ് കിഫ്ബി ഇവിടെ ഒരുക്കുന്നത്.
കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഈ പദ്ധതികൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ നിർമ്മിക്കൽ മാത്രമല്ല, അത് ഈ നാടിൻ്റെ ഇവിടുത്തെ 7 പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള വലിയ നിക്ഷേപങ്ങളാണ്. പൂർത്തിയായ പദ്ധതികൾ ജനജീവിതം എളുപ്പമാക്കുമ്പോൾ പുരോഗമിക്കുന്നവ പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. പരിഗണനയിലുള്ളവ നാളെയുടെ കുന്നമംഗലത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്തെ മികവിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളിലും മുന്നേറുന്ന ഒരു ആധുനിക കുന്നമംഗലമാണ് ഇവിടെ പിറവിയെടുക്കുന്നത്. ഈ വികസന മുന്നേറ്റം കുന്നമംഗലത്തെ കൂടുതൽ ഉയരത്തിലെത്തിക്കുമെന്നതിൽ സംശയമില്ല. ഇനി നമ്മൾ ചരിത്രവും പാരമ്പര്യവും ഒത്തുചേരുന്ന കോഴിക്കോട് ജില്ലയുടെ തീരദേശ മേഖലയിലേക്കാണ് പോകുന്നത്. ഒരു നിർമ്മാണത്തിന് പേരുകേട്ട പുഴയും കടലും സംഗമിക്കുന്ന ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് നിറം പകരുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ വികസന വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. ബേപ്പൂർ, ഫറോക്ക്, രാമനാട്ടുകര എന്നീ മുനിസിപ്പാലിറ്റികളും കടലുണ്ടി, ചെറുവണ്ണൂർ, നല്ലളം എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ബേപ്പൂർ നിയോജക മണ്ഡലം. പഴയകാലത്തെ പ്രധാന തുറമുഖം എന്ന നിലയിലും ഓട് വ്യവസായത്തിന് പേരുകേട്ട ഫറോക്ക് പട്ടണത്തിന്റെ സാന്നിധ്യം കൊണ്ടും തന്ത്രപ്രധാനമായ സ്ഥാനം കൊണ്ടും ഏറെ പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും കിഫ്ബി വഴി വലിയ പിന്തുണയാണ് നൽകുന്നത്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, പാർപ്പിടം, കായികം തുടങ്ങിയ എല്ലാ മേഖലകളിലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ മണ്ണിലേക്ക് എത്തുന്നത്. ഈ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ്. തീരദേശ മേഖലയുടെ വളർച്ചയ്ക്ക് മികച്ച റോഡ് ശൃംഖല അനിവാര്യമാണ്. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയായ തീരദേശ ഹൈവേയുടെ പ്രധാന ഭാഗങ്ങൾ ബേപ്പൂർ മണ്ഡലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിന്റെ ഭാഗമായി പല ഘട്ടങ്ങളിലായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കടലുണ്ടിക്കടവ് മുതൽ മടത്തിൽപ്പാടം വരെയും BC റോഡ് മുതൽ കോതി ബീച്ച് വരെയുമുള്ള ഭാഗങ്ങളുടെ നിർമ്മാണത്തിനായി കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ BC റോഡ് കോതി ബീച്ച് ഭാഗത്തിന് മാത്രം 86 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കടലുണ്ടി, ചാലിയം, കരുന്തൻതുരുത്തി ഭാഗത്തിന്റെ നിർമ്മാണവും കിഫ്ബിയുടെ പരിഗണനയിലുണ്ട്. തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിലെ യാത്ര സുഗമമാവുകയും ടൂറിസം, മത്സ്യബന്ധന മേഖലകൾക്ക് വലിയ ഉണർവുണ്ടാവുകയും ചെയ്യും. തീരദേശ ഹൈവേയുടെ ഭാഗമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ് ബേപ്പൂർ പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ ബേപ്പൂർ പാലം. മടത്തിൽപ്പാടം മുതൽ BC റോഡ് വരെ നിർമ്മിക്കുന്ന ഈ പാലത്തിന് 4,42,00,000 രൂപയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി അനുമതി നൽകി. നിർമ്മാണം കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇത് ബേപ്പൂരിന്റെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. ഇവയ്ക്ക് പുറമെ മറ്റ് പ്രധാന റോഡുകളും നവീകരിക്കപ്പെടുന്നുണ്ട്. മണ്ണൂർ, ചാലിയം റോഡിന്റെ നവീകരണത്തിനായി 51,36,00,000 രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. അതിൽ 44 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. ബേപ്പൂർ, ചെറുവണ്ണൂർ റോഡ്, പുള്ളിമുട്ട്, വട്ടക്കിണർ റോഡ് എന്നിവയുടെ നവീകരണത്തിനും കിഫ്ബി അംഗീകാരം നൽകി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഫറോക്കിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ഫറോക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും ഫറോക്ക് പേട്ട ജംഗ്ഷൻ നവീകരണവും ഫറോക്ക് IOC ബൈപ്പാസ് നിർമ്മാണവും പുരോഗമിക്കുകയോ അംഗീകാരം നേടുകയോ ചെയ്തിട്ടുണ്ട്. ഈ റോഡുകളും പാലങ്ങളും ജംഗ്ഷൻ നവീകരണവും പൂർത്തിയാകുമ്പോൾ ബേപ്പൂർ മണ്ഡലത്തിലെ ഗതാഗതം കൂടുതൽ സുഗമവും വേഗതയേറിയതുമാകും. ഗതാഗതത്തിനൊപ്പം ആരോഗ്യരംഗത്തും ബേപ്പൂർ മണ്ഡലം വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ഫറൂഖ് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി 17 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി സഹായത്തോടെ പാപ്കോസ് ലിമിറ്റഡ് നടപ്പിലാക്കിയത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആശുപത്രിക്ക് ആവശ്യമായ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും
ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി 1,17,00,000 രൂപയുടെ മറ്റൊരു പദ്ധതിക്കും കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് നടപ്പിലാക്കുക. ഈ സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ ഫറോക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യം ലഭ്യമാകും. കൂടാതെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ പ്രയോജനവും ഈ മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്തും കിഫ്ബിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളെ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് നവീകരണം നടത്തിയത്. കോഴിക്കോട് ക്ലസ്റ്റർ 15, കോഴിക്കോട് വയനാട് ക്ലസ്റ്റർ ഫേസ് 2, കോഴിക്കോട് ക്ലസ്റ്റർ 1, പാലക്കാട് മലപ്പുറം കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 1, കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 7, കോഴിക്കോട് ഫേസ് 3 ക്ലസ്റ്റർ 1 എന്നിങ്ങനെ വിവിധ പദ്ധതികളിലൂടെ ബേപ്പൂർ മണ്ഡലത്തിലെ നിരവധി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ലഭിച്ചു. കൈറ്റ്, പാപ്കോസ്, ഇൻകൽ ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികളാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിലൂടെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ടോയ്ലറ്റുകൾ എന്നിവയെല്ലാം ലഭിച്ചു. ഇത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി ഫിഷറീസ് വകുപ്പ് KSCADC വഴി നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയും ബേപ്പൂരിലെ തീരദേശ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണ്. ശുദ്ധജല വിതരണം മെച്ചപ്പെടുത്തുന്നതിനും കിഫ്ബി വലിയ പ്രാധാന്യം നൽകുന്നു. രാമനാട്ടുകരയിലെ ശുദ്ധജല പദ്ധതിയുടെ നവീകരണത്തിനായി 26 കോടി രൂപയുടെ പദ്ധതിയാണ് കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്നത്. ഇതിനകം 22,90,00,000 രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ഇത് രാമനാട്ടുകരയിലെ കുടിവെള്ള പ്രശ്നത്തിന് വലിയ പരിഹാരമാകും. അതുപോലെ ഫറോക്ക്, കരുവൻതുരുത്തി ഭാഗങ്ങളിലെ കുടിവെള്ള പദ്ധതിക്കായി 18,64,00,000 രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിൽ 13,97,00,000 രൂപയുടെ പണികൾ നടന്നു കഴിഞ്ഞു. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഈ മേഖലയിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കിഫ്ബി ശ്രദ്ധിക്കുന്നുണ്ട്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിക്ക് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 12,40,00,000 രൂപയുടെ പദ്ധതിയാണ് ഇംപാക്ട് കേരള ലിമിറ്റഡ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഫറോക്ക് മുനിസിപ്പാലിറ്റിക്കും പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ ഈ മുനിസിപ്പാലിറ്റികൾക്ക് സാധിക്കും.
മണ്ഡലത്തിലെ കായിക പ്രേമികൾക്കും സന്തോഷിക്കാൻ വകയുണ്ട്. ഫറൂഖ് ഗവൺമെന്റ് ഗണപത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി 6,71,00,000 രൂപയുടെ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് ഇതിന്റെ നിർവഹണ ചുമതല. ഇത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മികച്ച കായിക പരിശീലനം സൗകര്യമൊരുക്കും. ഇവയ്ക്കെല്ലാം പുറമെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനായി KDISC നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം നൈപുണ്യ വികസന പദ്ധതിയും ബേപ്പൂരിലെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. പ്രിയ പ്രേക്ഷകരെ, ബേപ്പൂർ നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ യാത്ര ഈ തീരദേശ മണ്ണിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളുടെ നേർക്കാഴ്ചയാണ് നൽകുന്നത്. തീരദേശ ഹൈവേയും പുതിയ പാലങ്ങളും റോഡുകളും യാഥാർത്ഥ്യമാകുമ്പോൾ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. നവീകരിച്ച ആശുപത്രികളും സ്കൂളുകളും കുടിവെള്ള പദ്ധതികളും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും. പുതിയ മുനിസിപ്പൽ കെട്ടിടങ്ങളും ഇൻഡോർ സ്റ്റേഡിയവും നാടിന്റെ മുഖച്ഛായ മാറ്റും. കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ബേപ്പൂരിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറയിടുകയാണ്. ഓരോ പദ്ധതിയും പൂർത്തിയാകുമ്പോൾ അത് നാളേക്കുള്ള വാഗ്ദാനമാണ്. ഈ വികസന മുന്നേറ്റം ബേപ്പൂരിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.